കേരളത്തിലെ ഏതൊരു പാർട്ടി എടുത്താലും ഏതെങ്കിലും ഒരു സമുദായത്തിലെ വോട്ടർമാർ കൂടുതലായി ആ പാർട്ടിയോട് വിധേയത്വം പുലർത്തുന്നതായിട്ട് കാണാം. പാർട്ടി രൂപീകരിക്കുക എന്നത് തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ പങ്കാളിയാവുക എന്ന അന്തിമമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് 2020 എന്ന പ്രാദേശിക പാർട്ടി ഇന്ന് NDA മുന്നണിയിലേക്ക് പ്രവേശനം ചെയ്തിരിക്കുകയാണ്. ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയം 2020 എന്ന പ്രാദേശിക പാർട്ടിയുടെ NDA മുന്നണി പ്രവേശനം എന്നതാണ്. ജനാധിപത്യ കേരളത്തിൽ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം മാറി മാറി വരുന്ന കാലയളവിൽ ഭരണമാറ്റം സംഭവിക്കാറുണ്ട്. എന്നാൽ കോവിഡ് അനുബന്ധ തിരഞ്ഞെടുപ്പിൽ പതിവ് തെറ്റിച്ച് അടിയന്തരാവസ്ഥ പോലെയുള്ള പശ്ചാത്തലം നിലനിൽക്കുന്നതുകൊണ്ടോ എന്തോ തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിക്കുകയും ചെയ്തു. മൂന്നാമതൊരു മുന്നണിക്കുള്ള ഭരണസാധ്യതകൾ കുറവോ അതുമല്ലെങ്കിൽ അതിനനുകൂലമായ സാഹചര്യമോ നിലവിൽ കേരള സംസ്ഥാനത്ത് ഇല്ലായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഭാരത ജനതാ പാർട്ടിക്ക് ഭാരതത്തിൻ്റെ തെക്ക് അറ്റത്ത് കിടക്കുന്ന ചെറിയ സംസ്ഥാനം ഭരിക്കുക എന്നത് മരീചികയായി തുടരുകയായിരുന്നു. NDA എന്ന മുന്നണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുക എന്ന എക്കാലത്തെയും വലിയ സ്വപ്നമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. കേരള സംസ്ഥാനത്തിലെ ഒരു പഞ്ചായത്ത് മാത്രമായ കിഴക്കമ്പലത്ത് 2020 എന്ന പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ അതിരുകൾ വിശാലമാക്കണമെന്ന ആഗ്രഹം അകലെയാണെന്ന് 2020 അമരക്കാരനായ സാബു ജേക്കബിന് ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പോടെ ഏറെക്കുറെ വ്യക്തമായിരിക്കണം. പ്രബലരായ ഇരുമുന്നണികളും ചേർന്ന് 2020 എന്ന പ്രാദേശിക പാർട്ടിയുടെ അരിയാനുള്ള ശ്രമം ഏറെക്കുറെ വിജയം കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്ര ആകർഷകമായ മുന്നേറ്റം നടത്തുവാൻ 2020 എന്ന പ്രാദേശിക പാർട്ടിക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതുമില്ല. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് ഒരു ജൈത്രയാത്രയുടെ തുടക്കമായി കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം ഈ ജൈത്രയാത്രയ്ക്ക് കുതിപ്പായാനെന്നോണം 2020 എന്ന പ്രാദേശിക പാർട്ടിയെ കൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലേക്ക് ചേർക്കുകയാണ്. എറണാകുളം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും പ്രകടമായ സ്വാധീനം 2020 എന്ന പ്രാദേശിക പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തോടുള്ള എതിർപ്പ് വളരെ പ്രകടമായിരുന്നു. കാര്യപ്രാപ്തിയില്ലാത്ത ഒരു കൂട്ടം നേതാക്കൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് കോവിഡ് അനുബന്ധ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം നൽകിയതെന്ന തിരിച്ചറിവ് അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും നേതൃത്വം നൽകുന്ന മുന്നണികൾക്കുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഭരണവിരുദ്ധ തരംഗം നേട്ടമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരുന്നു എന്ന് വ്യക്തം. എറണാകുളം ജില്ലയിൽ സ്വാധീനമുള്ള 2020 എന്ന പ്രാദേശിക പാർട്ടിയെ കൂടി തങ്ങളുടെ മുന്നണിയിൽ ചേർത്ത് അത്തരം പ്രദേശങ്ങൾ കൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറ്റിയിരിക്കുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ
പ്രകടമായ വിരുദ്ധ വികാരമുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പിലും അതിൻ്റെ നേട്ടം കൊയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് പിന്നിൽ വോട്ടർമാർ അണിനിരക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തീവ്രതയിൽ കുറച്ചെങ്കിലും നിയമസഭാ ചീരയെ തങ്ങളുടെ മുന്നണിയുടെ അക്കൗണ്ടിൽ തലസ്ഥാനത്ത് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കുന്ന പോലെ 2020 എന്ന പ്രാദേശിക പാർട്ടിക്കും ഈ മുന്നണി പ്രവേശനം സാധ്യമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.